ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, അടുത്ത എക്സാം നമ്മുടെ EVS ആണ്. നമ്മുടെ ഓണപരീക്ഷയൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഓണാഘോഷത്തിലേക്ക് നമ്മൾ ഇതാ കടക്കാനായിട്ട് പോവുകയാണ്. സോ EVSും കൂടി നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ധാരാളം പൊല്യൂഷനെ പറ്റി പഠിക്കുന്നുണ്ട്. എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മണ്ണ് മലിനമാകുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് എഴുതൂ. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് സോയിൽ. അപ്പം രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചിത്രങ്ങളായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇവിടെ കുറേ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കൃഷിയിടങ്ങളിൽ അമിതമായിട്ടുള്ള കീടനാശിനി ഉപയോഗിക്കുന്നത്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അടുത്തതായിട്ട് പറയുന്നത് അമിതമായ രാസവള പ്രയോഗം, അതായത് എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. പിന്നെ അൺസയന്റിഫിക് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, അതായത് അശാസ്ത്രീയമായ കൃഷി രീതികൾ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ ജലത്തിലേക്ക് ഒഴുക്കിവിടുന്ന രാസവസ്തുക്കൾ, കെമിക്കൽസ് ദാറ്റ് ഫ്ലോ ഇൻ ടു വാട്ടർ ഓൾസോ പൊല്യൂട്ട് ദ സോയിൽ. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സന്ദർഭങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം: ഈ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായു മലിനീകരണ സന്ദർഭങ്ങൾ എഴുതുക. അതായത് എങ്ങനെയൊക്കെയാണ് വായു മലിനമാവുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഉത്തരം കണ്ടുപിടിച്ച് നോക്കണം. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി ഒന്ന് വായിച്ചിട്ട് നാളെ എക്സാം എഴുതാൻ മതി. ഓക്കെ, എന്തൊക്കെ ഉത്തരങ്ങളാണ്? ഒന്ന്, പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്, ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്സ്. അടുത്തായിട്ട് പറയുന്നത് ഫോസിൽ ഫ്യൂൾസ് ബേൺ ചെയ്യുന്ന, അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്. ഇനി അടുത്ത് മാത്രമല്ല, നമ്മൾ ഈ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്നും എമിറ്റ് ചെയ്യുന്ന സ്മോക്സ്. ഇനി അതിൻ്റെ കൂടെ തന്നെ കാട്ടുതീ, പിന്നെ ഖനനമുണ്ട്, വിറകടുപ്പുണ്ട്, പിന്നെ വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമയമായിട്ടുള്ള പുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വായു മലിനമാവുന്ന ചില സന്ദർഭങ്ങൾ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വായു മലിനീകരണങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ വായു മലിനമായാലുള്ള ദോഷങ്ങൾ. ഇതൊന്നും മക്കൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാ മെയിനായിട്ട് നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. വായു മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിൾ അടക്കം അങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഒരു വർഷം കൊണ്ട് നമ്മുടെ വായു മലിനമായതുകൊണ്ട് തന്നെ ഒരു 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 7 മില്യൺ പീപ്പിൾസ് നമ്മുടെ ലോകത്ത് മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ അങ്ങ് എഴുതുക. ഇനി അതിൻ്റെ കൂടെ തന്നെ മനുഷ്യരെ മാത്രമാണോ ഇത് ബാധിക്കുന്നത്? അല്ല, മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡ് മഴ, ആഗോളതാപനം, ഓസോൺ പാളിയുടെ നാശം, ഇവയൊക്കെ നമ്മുടെ വായു മലിനമാവുന്നത് മൂലം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ? നമ്മുടെ ആസിഡ് റെയിൻ ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലേഷൻ, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ. ഇൻ വിച്ച് സർക്കംസ്റ്റൻസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? ജലമലിനീകരണം, അതിനുള്ള സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലം മലിനമാവുന്നത്? അതിന് ഉത്തരം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം ഈ എല്ലാ തരത്തിലുള്ള മലിനീകരണവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ എയർ പൊല്യൂഷൻ നടന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? മണ്ണ് മലിനമാവും, മണ്ണ് മലിനമായാൽ ഓട്ടോമാറ്റിക്കലി വാട്ടർ മലിനമാവും. എല്ലാം എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. ഒന്നെന്താണ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇങ്ങനെ വലിച്ചെറിയുന്നത്. രണ്ടാമത്തേത് മലിനജലം ഒഴുകിയെത്തുന്നത്. മൂന്നാമത്തേത് ജൈവ മാലിന്യങ്ങൾ ജലാശയത്തിൽ തള്ളുന്നത്. അടുത്തതിൻ്റെ കൂടെ തന്നെ പുഴയിൽ വെച്ചിട്ട് നമ്മൾ വാഹനങ്ങൾ, കന്നുകാലികൾ ഇവരെയൊക്കെ കഴുകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫാക്ടറികളിൽ നിന്ന് മാലിന്യങ്ങൾ തള്ളുന്നത്. പിന്നെ കീടനാശിനി തളിക്കൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വാട്ടർ മലിനമാവുന്നത് എന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതൊക്കെ മക്കള് നല്ല രീതിയിൽ പഠിക്കണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഓണപ്പരീക്ഷ സെറ്റാക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ ഈ ഒരു ഓണപ്പരീക്ഷൻ്റെ കൂടെ തന്നെ നമുക്കിനി അങ്ങോട്ടേക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്, അതിൻ്റെ ഇടയിൽ LSS ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണം. അതിനുവേണ്ടി സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ പ്രാണ ബാച്ചിൻ്റെ കാര്യം മിസ് ഈ ഒരു സമയം നിങ്ങളോട് ഇതാ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്കായിട്ട് ഒരു കൊല്ലത്തേക്ക് ഇതാ ഈ ഒരു തുച്ഛമായ എമൗണ്ടിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എടുക്കുന്നത്. LSSന് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക്. ഓക്കെ, ഇതിപ്പോൾ പാരൻസ് ആണ് കാണുന്നതെങ്കിൽ
അവരുടെ കുട്ടികൾക്ക് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പോവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമ്മുടെ EVSന്റെ എക്സാം സെറ്റ് ആക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി വാട്സപ്പ് ചാനലുണ്ട്, അതിലും ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന QR കോഡിൽ ഒന്ന് സ്കാൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.